നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. യൂണിറ്റിൻ്റെ പേര് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ലോഹങ്ങളും അലോഹങ്ങളും എന്നാണ്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം നോട്ട്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1ാമത്തെ പാർട്ട് വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു. ടേക്ക് സം വാട്ടർ ഇൻ എ ഫ്ലാറ്റ് ബൗൾ. ഒരു ഫ്ലാറ്റ് ബൗളുണ്ട്. ഫ്ലാറ്റ് ബൗൾ എന്ന് വെച്ചാൽ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. പ്ലേസ് എ വുഡൻ വാഡിൽ ആൻഡ് സ്റ്റീൽ ലാഡിൽ ഇൻ ഇറ്റ്. ഒരു വുഡൻ കൊണ്ടുള്ള തവിയും, വുഡൻ എന്ന് വെച്ചാൽ മരം കൊണ്ടുള്ള തവിയും, പിന്നെ സ്റ്റീൽ കൊണ്ടുള്ള തവിയും അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുക, അതിൻ്റെ അകത്ത് ഇടുക. ആൻഡ് ലെറ്റ് ഇറ്റ് ബോയിൽ. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, തിളപ്പിക്കുക. ഏത് ഈ വെള്ളത്തിനെ. ടച്ച് ദ ലാഡിൽ ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് വൺ ഈസ് ഹോട്ടർ, വൈ ഈസ് ഇറ്റ് സോ. ഈ ലാഡിൽസിൽ നമ്മൾ ടച്ച് ചെയ്യുക, അതായത് വുഡൻ ലാഡിലും അതുപോലെ സ്റ്റീൽ ലാഡിലും ടച്ച് ചെയ്യുക. ഏതാണ് കൂടുതൽ ചൂടുള്ളത്, എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയോളൂ ആൻസർ. ദ സ്റ്റീൽ ലാഡിൽ ബിക്കംസ് ഹോട്ടർ ദെൻ ദ വുഡൻ ലാഡിൽ. സ്റ്റീൽ ലാഡിൽ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടുള്ള തവിയാണ് കൂടുതൽ ചൂടായത്. ഏതിനെക്കാട്ടിലും? മരം കൊണ്ടുള്ള തവിയെക്കാട്ടിലും കൂടുതൽ ചൂടായത് ഏതാണ്? സ്റ്റീൽ ലാഡിലാണ്. അതാണ് ദ സ്റ്റീൽ ലാഡിൽ ബിക്കംസ് ഹോട്ടർ ദാൻ ദ വുഡൻ ലാഡിൽ. ഇനി ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ സ്റ്റീൽ കണ്ടക്ട് ഹീറ്റ് വെയറാസ് വുഡ് ഡസ് നോട്ട് കണ്ടക്ട് ഹീറ്റ്. സ്റ്റീൽ എന്ത് ചെയ്യുന്നു? ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നു. എന്നാൽ ഈ വുഡ് ഉണ്ടല്ലോ, വുഡ് ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നില്ല, അല്ലേ? ചൂട് കടത്തി വിടുന്നില്ല. സ്റ്റീലിൽ കൂടി ചൂട് കടത്തി വിടുന്നുണ്ട്, എന്നാൽ വുഡിൽ കൂടി ചൂട് കടത്തി വിടുന്നില്ല, ഹീറ്റ് കടത്തി വിടുന്നില്ല. അതുകൊണ്ടാണ് സ്റ്റീൽ ലാഡിൽ ചൂടാവുകയും വുഡൻ ലാഡിൽ ചൂടാകാതിരിക്കുകയും ചെയ്തത്. മനസ്സിലായല്ലോ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ? സ്റ്റീൽ തവിയാണ് കൂടുതൽ ചൂടാകുന്നത്, കാരണം സ്റ്റീൽ താപത്തെ കടത്തിവിടുന്നു, എന്നാൽ മരം താപത്തെ കടത്തിവിടുന്നില്ല. അടുത്ത ഒരു ക്വസ്റ്റിനെ. വൈ ആർ യു വാണ്ട് എഗൈൻസ്റ്റ് ഹാൻഡ്ലിങ് അയൺ ലൈക്ക് ഓബ്ജെക്ട്സ് ഡ്യൂറിങ് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. ഇടിയും മിന്നലും ഒക്കെ ഉള്ള സമയങ്ങളിൽ ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? വി ഷുഡ് നോട്ട് ഹാൻഡിൽ അയൺ ഒബ്ജെക്ട്സ് ഡ്യൂറിങ് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. ലൈറ്റനിങ്ങും തണ്ടറും, അല്ലേ? ഇടിയും മിന്നലും. തണ്ടർ എന്ന് വെച്ചാൽ ഇടി, ലൈറ്റനിങ് എന്ന് വെച്ചാൽ മിന്നൽ. ഇടിയും മിന്നലും ഉള്ള സമയത്ത് അയൺ ഒബ്ജെക്ട്സ്, അല്ലെ, ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല, അല്ലെ, കൈകാര്യം ചെയ്യാൻ പാടില്ല. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. മെറ്റൽസ് എന്ന് പറയുന്നത്, ഈ അയൺ എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, അല്ലേ? അപ്പം മെറ്റൽസ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ നല്ല ഒരു കണ്ടക്ടറാണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, അല്ലേ? അത് സോ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, തണ്ടറും ലൈറ്റനിങ്ങും ഒക്കെ ഉള്ള സമയത്ത് അയൺ ലൈക്ക് ഒബ്ജക്ട്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇടിമിന്നലുള്ളപ്പോൾ ഇരുമ്പ് പോലെയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യരുത്, കാരണം ലോഹങ്ങൾ വൈദ്യുതിയെ നന്നായി കടത്തിവിടുന്നു, അതിനാൽ വൈദ്യുതാഘാതമേൽക്കാനുള്ള സാധ്യതയുണ്ട് ഉള്ളതുകൊണ്ട്. അടുത്ത ക്വസ്റ്റിനെ. ഇഫ് യു ഹാൻഡിൽ ഒബ്ജക്ട്സ് ലൈക്ക് അയൺ ഡ്യൂറിങ് എ തണ്ടർ സ്റ്റോം ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ലൈറ്റനിങ്. അതായത് ഇടിമിന്നൽ ഉള്ള സമയത്ത് നമ്മൾ ഈ ഇരുമ്പ് പോലെയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്താൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് യു ടേക്ക് എ ഫ്ലാറ്റ് വെസൽ ഓഫ് വാട്ടർ, പുട്ട് എ സ്റ്റീൽ സ്പൂൺ ഇൻ ഇറ്റ് ആൻഡ് ബോയിൽ ദ വാട്ടർ, യു ക്യാൻ സീ ദാറ്റ് ദ സ്റ്റീൽ സ്പൂൺ ഗെറ്റ്സ് ഹോട്ട്. അതായത് നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള വെസൽ എടുക്കുക, ഒരു പരന്ന പാത്രം എടുക്കുക, വെള്ളം എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു സ്റ്റീൽ സ്പൂൺ ഇടുക, എന്നിട്ട് ആ വാട്ടറിനെ നമ്മൾ ബോയിൽ ചെയ്യുക, തിളപ്പിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റീൽ സ്പൂൺ ചൂടാകുന്നത് കാണാൻ കഴിയും, അല്ലെങ്കിൽ തൊട്ട് നോക്കിയാൽ സ്റ്റീൽ സ്പൂൺ നല്ല ചൂടായിരിക്കും. വാട്ട് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആർ മാനിഫെസ്റ്റഡ് ഇൻ ദീസ് ടു സിറ്റുവേഷൻസ്. ഈ രണ്ട് സാഹചര്യങ്ങളിലും മെറ്റലിൻ്റെ അല്ലെങ്കിൽ ലോഹങ്ങളുടെ ഏത് പ്രോപ്പർട്ടിയാണ് പ്രകടമാകുന്നത്? ലോഹങ്ങളുടെ ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ പ്രകടമാകുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തേൽ പറഞ്ഞിട്ടുള്ളത് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന പ്രോപ്പർട്ടി. മനസ്സിലായോ? അതായത് ആദ്യത്തെ ഇതിൽ മിന്നൽ നമ്മളെ ദേഹത്തെ ഏൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റിയാണ്. അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തേൽ വെള്ളം ചൂടാക്കുമ്പോൾ ആ സ്റ്റീൽ തവി ചൂടാവുന്നു, അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ആ വെള്ളത്തിൻ്റെ ചൂട് ആ സ്റ്റീൽ തവിയിലും കൂടെ കിട്ടി, അല്ലേ? ആ ചൂട് അല്ലെങ്കിൽ ഹീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഇടിമിന്നലുള്ള സമയങ്ങളിൽ ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്താൽ മിന്നലേൽക്കാൻ സാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പരന്ന പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലൊരു സ്റ്റീൽ തവിയിട്ട ശേഷം വെള്ളം തിളപ്പിച്ചാൽ സ്റ്റീൽ തവി ചൂടായിരിക്കുന്നത് കാണാൻ കഴിയും. ഈ രണ്ട് സാഹചര്യങ്ങളിലും ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളാണ് പ്രകടമാകുന്നത്? വൈദ്യുത ചാലകത ഒന്നാമത്തേൽ, രണ്ടാമത്തേൽ താപചാലകത എന്നിങ്ങനെയുള്ള രണ്ട് പ്രോപ്പർട്ടീസ്. അടുത്ത് നോക്കിയോളൂ, നമ്മുടെ ടെക്സ്റ്റിൽ കുറേ ഡിവൈസസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ദ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ, ഇതിൻ്റെ അകത്ത് ഈ മെറ്റലിൻ്റെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഏത് സവിശേഷതയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ എഴുതണം. ഈ ഓരോ ഡിവൈസസിലും മെറ്റൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെറ്റലിൻ്റെ ഏത് സവിശേഷതയാണ് ഈ ഡിവൈസിൽ യൂസ് ചെയ്തിട്ടുള്ളത്, അതാണ് നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടത്. ഇവിടെ ഉപകരണം, പിന്നെ ഇപ്പോഴത്തെ കോളത്തിൽ എന്താണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സവിശേഷത. നോക്കിയോളൂ ആൻസർ. ഒന്നാമത് കൊടുത്തിട്ടുള്ളത് എന്താണ്? ഹാമർ. എന്താണ്? ഒരു ഹാമറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അതിൻ്റെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? അതിൻ്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ കാഠിന്യം. അതിൻ്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ കാഠിന്യം. ഹാർഡ്നെസ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം, കാഠിന്യം മലയാളം മീഡിയംകാർക്ക്. ഇനി രണ്ടാമത് കൊടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ആ പാത്രം നിർമ്മിച്ചിരിക്കുന്നത് മെറ്റൽ കൊണ്ടാണ് അല്ലേ? ആ മെറ്റലിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ താപചാലകത. തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ താപചാലകത. മൂന്നാമത് നോക്ക്, ഈ ലൈൻ കമ്പി അല്ലേ, നമ്മുടെ പോസ്റ്റിലൊക്കെ ഉള്ള ലൈൻ കമ്പി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? അവിടെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി വഹിച്ചുകൊണ്ട് പോവുകയല്ലേ? അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ വൈദ്യുത ചാലകത എന്ന പ്രോപ്പർട്ടി. മൂന്നാമത്തത് സ്വർണ്ണാഭരണങ്ങൾ അല്ലേ, ഗോൾഡ് ഓർണമെൻറ്റ്സ്. ആ ഓർണമെൻറ്റ്സിൽ എന്താണ്? ഷൈനിങ് അല്ലെങ്കിൽ തിളക്കം എന്ന പ്രോപ്പർട്ടി. അടുത്തതിൽ എന്താണ്? കുറേ ബെൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, മണികൾ, ബെൽ അല്ലെങ്കിൽ മണി. അപ്പോൾ അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൊണോറിറ്റി. എന്താണ്? സൊണോറിറ്റി. അതായത് ഈ മെറ്റൽസ് തമ്മിൽ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്യൂലേ, അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും. അതിനെയാണ് നമ്മൾ സൊണോറിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ആ മെറ്റൽസിൻ്റെ കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൊണോറിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത്, റൈറ്റ് സം എക്സാമ്പിൾസ് ഫോർ മെറ്റൽസ്. ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ഏതൊക്കെ എഴുതാം? അയൺ, കോപ്പർ, ഗോൾഡ്, സിൽവർ, അലുമിനിയം, സിങ്ക്, ലെഡ്, മഗ്നീഷ്യം, കാൽസ്യം. ഇതൊക്കെ ലോഹങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്, മെറ്റൽസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തത്, ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ഗീവ് എ ഡെഫിനിഷൻ ഫോർ മെറ്റൽസ്. ലോഹങ്ങളുടെ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ലോഹങ്ങൾക്ക് ഒരു നിർവചനം നൽകുക. ലോഹങ്ങൾക്ക് നമ്മളിപ്പോൾ കുറച്ച് സവിശേഷതകൾ പറഞ്ഞില്ലേ, ആ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ലോഹങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഡെഫിനിഷൻ നമ്മൾ ടെക്സ്റ്റ് വായിച്ച് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കിട്ടും, പക്ഷേ ഇപ്പോൾ നമ്മൾ വേറൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ദ സബ്സ്റ്റൻസസ് ദാറ്റ് ഹാവ് ഹാർഡ്നെസ്, തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഷൈനിങ് ആൻഡ് സൊണോറിറ്റി ആർ നോൺ ആസ് മെറ്റൽസ്. അതായത് എന്താണ്? ഹാർഡ്നെസ്, കാഠിന്യം, തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ താപചാലകത, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ വൈദ്യുത ചാലകത, ഷൈനിങ് എന്ന് വെച്ചാൽ തിളക്കം, സൊണോറിറ്റി അല്ലേ, ശബ്ദം ഉണ്ടാക്കാനുള്ള കഴിവ്. ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഉള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റൽസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കാഠിന്യം, താപചാലകത, വൈദ്യുത ചാലകത, തിളക്കം, സൊണോറിറ്റി എന്നീ സവിശേഷതകളുള്ള വസ്തുക്കളാണ് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽ? മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. നമ്മുടെ ഈ ടെക്സ്റ്റിൽ നമുക്ക് 10 മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. 10 ക്യാരക്ടറിസ്റ്റിക്സ്. അത് ഏതൊക്കെയാണെന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പേരുകൾ ഇങ്ങനെ പഠിക്കുകയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുകയാണ്. ഏതൊക്കെയാണ്? മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, സൊണോറിറ്റി, മെറ്റാലിക് ലസ്റ്റർ, ഹാർഡ്നെസ്, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ഹൈ ബോയിലിംഗ് പോയിൻറ്റ്, ഹൈ ഡെൻസിറ്റി. ഇതെല്ലാമാണ് മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, സൊണോറിറ്റി, മെറ്റാലിക് ലസ്റ്റർ. മെറ്റാലിക് ലസ്റ്റർ എന്ന് വെച്ചാൽ തിളക്കം. ഈ മെറ്റൽസിൻ്റെ ഒരു തിളക്കം ഉണ്ടല്ലോ, അതിനെയാണ് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഹാർഡ്നെസ്, കാഠിന്യം, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ഉയർന്ന ദ്രവണാങ്കം, ഹൈ ബോയിലിംഗ് പോയിൻറ്റ്, ഉയർന്ന തിളനില, പിന്നെ ഹൈ ഡെൻസിറ്റിയും കൂടുതൽ അല്ലേ. ഇതെല്ലാമാണ് മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മലയാളം മീഡിയംകാർക്കുള്ള നോക്കിയോളൂ. ലോഹങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം? ഏതൊക്കെയാണ്? മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, വൈദ്യുത ചാലകത, താപചാലകത, സൊണോറിറ്റി, ലോഹദ്യുതി, കാഠിന്യം, ഉയർന്ന ദ്രവനില, ഉയർന്ന തിളനില, ഉയർന്ന സാന്ദ്രത. അടുത്തത്, വാട്ട് ഈസ് മീൻ ബൈ ദ ക്യാരക്ടറിസ്റ്റിക്സ്
മാലിയബിലിറ്റി ഓഫ് മെറ്റൽസ്, ലോഹങ്ങളുടെ മാലിയബിലിറ്റി എന്ന സവിശേഷത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാലിയബിലിറ്റി എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അതെന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയോളൂ. ജനറലി മെറ്റൽസ് ക്യാൻ ബി ഹാമേർഡ് ആൻഡ് ഫ്ലാറ്റൻഡ് ഇൻ ടു തിൻ ഷീറ്റ്സ്. ജനറലി സാധാരണയായിട്ട് ലോഹങ്ങളെ നമുക്ക് ഹാമേഡ് എന്ന് വെച്ചാൽ അടിച്ചു പരത്തി, അടിക്കുക, അതാണ് ഹാമേഡ്. ആൻഡ് ഫ്ലാറ്റൻഡ്, പരത്തി, ഇൻറ്റു തിൻ ഷീറ്റ്സ്, വളരെ തിന്നായിട്ടുള്ള ഷീറ്റാക്കി മാറ്റാൻ പറ്റും. ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് നോൺ ആസ് മാലിയബിലിറ്റി. മെറ്റലിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ജനറലി മെറ്റൽസ് ക്യാൻ ബി ഹാമേർഡ് ആൻഡ് ഫ്ലാറ്റൻഡ് ഇൻറ്റു തിൻ ഷീറ്റ്സ്. ജനറലി സാധാരണയായിട്ട് മെറ്റൽസിനെ നമുക്ക് ഹാമേർഡ് എന്ന് വെച്ചാൽ അടിക്കുക, ആൻഡ് ഫ്ലാറ്റൻഡ് എന്ന് വെച്ചാൽ പരത്തുക, അങ്ങനെ അടയ്ക്കാൻ പറ്റും, പരത്താനും പറ്റും. എന്നിട്ട് എന്താ? ഇൻറ്റു തിൻ ഷീറ്റ്സ്, വളരെ തിന്നായിട്ടുള്ള ഷീറ്റാക്കി മാറ്റാൻ പറ്റും. ലോഹങ്ങളുടെ ഈ പ്രത്യേകതയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാലിയബിലിറ്റി. ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയും. ലോഹങ്ങളുടെ ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി എന്നറിയപ്പെടുന്നത്. എല്ലാ ലോഹങ്ങളുടെയും മാലിയബിലിറ്റി ഒരുപോലെയാണ്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് എഴുതുക. ഓൾ മെറ്റൽസ് ആർ മാലിയബിൾ ടു ദ സെയിം എക്സ്റ്റെൻറ്റ്. എല്ലാ മെറ്റൽസിനെയും എന്താണ്? ഒരേ രീതിയിലാണ് നമുക്ക് മാലിയബിൾ ആക്കാൻ കഴിയുന്നത്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? ശരിയാണോ തെറ്റാണോ? ഈ പ്രസ്താവന തെറ്റാണ്, അല്ലേ? ഫോൾസ് ആണ്. എല്ലാ ലോഹങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ മെറ്റൽസിനും ഒരേപോലത്തുള്ള മാലിയബിലിറ്റി അല്ല, വ്യത്യാസപ്പെടുന്നുണ്ട്. ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ ഈസ്, മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഗോൾഡ് അല്ലെങ്കിൽ സ്വർണത്തിനാണ് ഏറ്റവും മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ.